നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ രാഷ്ട്രീയ കക്ഷികൾക്ക് നിർദ്ദേശങ്ങളുമായി സഭാ നേതൃത്വം. ചങ്ങനാശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് ജോസഫ് മാർ പെരുന്തോട്ടമാണ് ദീപിക പത്രത്തിൽ എഴുതിയ ലേഖനത്തിൽ നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുന്നത്. അധാർമിക രാഷ്ട്രീയം രാഷ്ട്രീയ അധികാരത്തെ ദുഷിപ്പിക്കും, രാഷ്ട്രത്തെ നശിപ്പിക്കുമെന്ന തലക്കെട്ടിലാണ് ലേഖനം. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ കർശന നിർദ്ദേശങ്ങളാണ് അതിരൂപത മുന്നോട്ട് വച്ചിരിക്കുന്നത്. സമുദായത്തോട് കൂറില്ലാത്തവരും സഭാവിരുദ്ധരും പലപ്പോഴും സമുദായത്തിന്റെയും സഭയുടെയും പേരിൽ ഇത്തരം സ്ഥാനങ്ങളിൽ എത്താറുണ്ട്. അവർ സമുദായത്തിന് എതിരായ നടപടികൾ എടുക്കുന്നു. അത് ഒഴിവാക്കേണ്ടതുണ്ട്. സമുദായ വിരുദ്ധരെ ഒരിക്കലും സ്ഥാനാർത്ഥി നിർണയത്തിൽ പരിഗണിക്കരുതെന്നാണ് ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പെരുന്തോട്ടത്തിന്റെ നിർദ്ദേശം. സ്ഥാനാർത്ഥികളെ ന്യൂനപക്ഷങ്ങളുമായി ആലോചിച്ച് നിർണയിക്കണം. 1951 കോൺഗ്രസ് പ്രസിഡന്റ് ജവഹർലാൽ നെഹ്റു കോൺഗ്രസ് കമ്മിറ്റികൾക്ക് കത്തയച്ചത് മാതൃകയാക്കണം. സമുദായ വിരുദ്ധ നിലപാടുള്ളവർ സമുദായത്തിന്റെ പേരിൽ സ്ഥാനാർത്ഥികളാവരുതെന്നും ആർച്ച് ബിഷപ്പ് നിർദ്ദേശിച്ചു. സമുദായ വിരുദ്ധ നിലപാടുകളും ആദർശങ്ങളുമുള്ളവർ സമുദായത്തിന്റെ പേരിൽ നിയമസഭയിൽ കടന്നുകൂടുന്നത് സമുദായത്തിന് നന്മ ചെയ്യുന്നില്ലെന്ന് മാത്രമല്ല, ഇവർ ന്യൂനപക്ഷ വിരുദ്ധവും ആപ്തകരവുമായ നിലപാട് സ്വീകരിക്കുന്നുവെന്നും മാർ ജോസഫ് പെരുന്തോട്ടം ചൂണ്ടിക്കാട്ടുന്നു. വിശ്വാസം കൊണ്ടും ജീവിതം കൊണ്ടും സമുദായത്തോട് കൂറില്ലാത്തവരും ശത്രുത മനോഭാവത്തോടെ വിമർശിക്കുന്നവരുമുണ്ട്. ഇവർ സാമൂഹ്യ മാധ്യമങ്ങളുടെയും മറ്റു മാധ്യമങ്ങളുടെയും സാമുദായിക വിരുദ്ധത വളർത്തുന്ന കാര്യം എല്ലാവരും തിരിച്ചറിയുന്നുണ്ട്. നെഹ്റുവിന്റെ വിശാല വീക്ഷണം ന്യൂനപക്ഷങ്ങൾക്ക് ഏറെ പ്രോത്സാഹനമായിരുന്നു. നെഹ്റുവിന്റെ വീക്ഷണം ഇന്നത്തെ രാഷ്ട്രീയ നേതൃത്വം ഉൾക്കൊള്ളണമെന്നും അദ്ദേഹം പറഞ്ഞു. രാഷ്ട്രീയത്തിൽ പല മേഖലകളിലും സംഭവിക്കുന്ന നിലവാര തകർച്ച ആശങ്കയും അസ്വസ്ഥതയും ഉളവാക്കുന്നു. സ്ഥാനാർത്ഥി നിർണയത്തിൽ വിചാരത്തെക്കാൾ വികാരം സ്വാധീനം ചെലുത്തുന്നത് രാഷ്ട്രീയ പക്വതയില്ലായ്മയാണ്. സിനിമാ ലോകത്ത് ലഭിക്കുന്ന ജനപ്രീതി രാഷ്ട്രീയ നേതൃത്വത്തിന് യോഗ്യതയാകണമെന്നില്ലെന്നും ബിഷപ്പ് പെരുന്തോട്ടം അഭിപ്രായപ്പെട്ടു. ന്യൂസ് ഡെസ്ക് ഷെക്കേന ന്യൂസ്.